മാവേലിക്കരയിൽ ഇക്കുറി ചെങ്കൊടി പാറിപ്പറക്കുമോ? സംശയമാണ്. കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വിജയിക്കുമെന്ന വിലയിരുത്തലുമായി UDF രംഗത്ത്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് ഇക്കുറി 48,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വിജയക്കൊടി പാറിക്കുമെന്ന് UDF തിരഞ്ഞെടുപ്പ് സമിതിയുടെ നിഗമനം. യോഗത്തിൽ 7 നിയോജക മണ്ഡല കമ്മിറ്റികൾ കൈമാറിയ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് കമ്മിറ്റിയുടെ ഈ കണ്ടെത്തൽ. എന്നാൽ ഇത്തവണ ഭൂരിപക്ഷം കുറയുമെന്നും കമ്മിറ്റിയുടെ വിലയിരുത്തലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61,138 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചത്. ഇത്തവണ പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കപ്പെടേണ്ടെന്നും CPM-ന്റെയും BJP-യുടെയും അനുഭാവികളാണ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നത് എന്നുമാണ് സമിതിയുടെ വിലയിരുത്തൽ. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രവാസികൾ കൂടുതലായി എത്താതിരുന്നതാണ് പോളിംഗ് കുറയാൻ കാരണമായതെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പഴുതടച്ച് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വിജയം കാണുമെന്ന് തന്നെയാണ് UDF സമിതിയുടെ ഉറച്ച വിശ്വാസം. പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണ് മാവേലിക്കര. ചരിത്രം പരിശോധിച്ചാൽ 2 തവണ മാത്രമാണ് മാവേലിക്കര ഇടത്തേക്ക് ചാഞ്ഞിട്ടുള്ളത്. 1967 ആദ്യമായി ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വെന്നിക്കൊടി പാറിച്ചത്. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി GP മംഗലത്തുമഠത്തിലൂടെയായിരുന്നു ആ വിജയം. പിന്നീട് 33 വർഷത്തിനു ശേഷമായിരുന്നു CPM മണ്ഡലത്തിൽ വിജയിച്ചത്. 2004 CPM-ന്റെ S സുജാതയായിരുന്നു മണ്ഡലം പിടിച്ചത്. ഇക്കുറി ഇടതുപക്ഷത്തിനു വേണ്ടി AIYF നേതാവായ CA അരുൺകുമാറാണ് മത്സരിക്കുന്നത്. യുവ നേതാവിലൂടെ മണ്ഡലം പിടിക്കാമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ധാരണയെങ്കിലും ഇത് പാടെ നിഷേധിക്കുകയാണ് UDF. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,40,415 വോട്ടായിരുന്നു കൊടിക്കുന്നിൽ നേടിയത്. അന്ന് CPM-ന് വേണ്ടി കളത്തിലിറങ്ങിയ ചിറ്റയം ഗോപകുമാറിന് 3,79,277 വോട്ടുകളാണ് ലഭിച്ചത്. NDA പാളയത്തിൽ നിന്നും BDJS-നായി മത്സരിച്ച തഴവ സഹദേവന് 1,33,546 വോട്ടുകളും നേടാനായി. 2014 32,737 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കൊടിക്കുന്നിലിന് ലഭിച്ചത്. ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 17,000 മുതൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചേക്കാം. മാവേലിക്കരയിൽ വോട്ട് കുത്തനെ കുറയും. 500 മുതൽ 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരിക്കും ഇവിടെ ലഭിക്കുക. പത്തനാപുരത്ത് 10,000-ഉം കൊട്ടാരക്കരയിൽ 2,000 മുതൽ 3,000-ഉം, കുന്നത്തൂരിൽ 7,000 മുതൽ 10,000-ഉം, കുട്ടനാട് 5,000-ഉം, ചെങ്ങന്നൂർ 8,000 എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം.